പെരപ്പങ്കോട് മുരളി പറഞ്ഞത് വസ്തുതയ്ക്ക് നിരക്കുന്ന കാര്യമേ അല്ല. ഇന്നിപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ ഇത് പറയുന്നത് ശുദ്ധ നുണയാണ്, വസ്തുതയായിട്ട് യാതൊരു ബന്ധവുമില്ല. CPM-നകത്ത് തലയെടുപ്പോടുകൂടി വളർന്നു വരുന്ന എല്ലാവരും അംഗീകരിക്കുന്ന ഒരു മാന്യ വ്യക്തിത്വത്തെ കരിവാരി തേക്കുക എന്ന ബോധപൂർവമായിട്ടുള്ള ഒരു പരിശ്രമമാണ് യഥാർത്ഥത്തിൽ സ്വരാജിനെ ഒറ്റതിരിച്ച് വളഞ്ഞിട്ട് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് ആക്രമിക്കുന്നതിന് പിന്നിലുള്ളത് എന്നുള്ളത് വസ്തുതാപരമാണ്. സുരേഷ് കുറുപ്പ് കേട്ടത് ഒരു വനിതയിൽ നിന്നാണ്, പെരപ്പങ്കോട് മുരളി കേട്ടത് ഒരു യുവാവിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. CPIM-ന്റെ എക്കാലത്തും വലിയ നേതാവായ VS അച്യുതാനന്ദനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി ആബാലവൃദ്ധ ജനങ്ങളാണ് വഴികരിൽ തടിച്ചുകൂടിയത്. CPM നമ്മുടെ സമൂഹത്തിന് എന്താണ് ചെയ്തതെന്നും VS അച്യുതാനന്ദൻ എന്താണ് ചെയ്തതെന്നും തുടർച്ചയായിട്ട് ആവർത്തിച്ച് മാധ്യമങ്ങൾക്ക് പറയേണ്ടിയും വന്നു. ഇതൊരു വലിയ ചർച്ചാ വിഷയമാവുകയും ചെയ്തു. ഇതെങ്ങാണ് CPM-ന് ബെനിഫിറ്റ് ആകുമോ എന്നുള്ള സംശയത്തിലും ഭയത്തിലുമാണ് ചില മാധ്യമങ്ങളെന്ന് എടുത്തന്നെ പറയാം. അതുകൊണ്ടാണ് ചിലർ ഇപ്പോൾ VS-നെ ഇകഴ്ത്തി കാണിക്കാൻ പാർട്ടി ശ്രമിച്ചിരുന്നു എന്ന് ചിലരെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് രണ്ട് മുഖ്യധാര മാധ്യമങ്ങളിൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ തന്നെ വന്നു. ഒന്നിൽ പെരപ്പൻകോട് മുരളിയും മറ്റതിൽ സുരേഷ് കുറുപ്പുമാണ് എഴുതിയത്. ഈ രണ്ട് സംഭവത്തെയും വെച്ച് സംസ്ഥാനത്ത് ഒരു ചർച്ച ഉണ്ടാക്കിയെടുക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. ഈ ശ്രമങ്ങളെ മുളയിലെ നുള്ളുകയാണ് CPM-ന്റെ സംസ്ഥാനത്തെ നേതാക്കൾ. CPM-ന്റെ MLA ആയിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനും വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള V ശിവൻകുട്ടിയും ഈ കാര്യത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ആ സമ്മേളനത്തിൽ ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം നടന്നുവെന്ന് ചിലർ പറയുന്ന ആ സമ്മേളനത്തിൽ പങ്കെടുത്തവരാണ് ഞങ്ങളുടെ മുന്നിൽ വെച്ച് ഇതൊന്നും സംഭവിച്ചിട്ടില്ല, നേരിട്ട് കണ്ട ഞങ്ങൾക്കല്ലേ ഇത് വ്യക്തമായി പറയാൻ പറ്റുമെന്നാണ് അവിടെ ശിവൻകുട്ടിയും പിന്നെ കടകംപള്ളി സുരേന്ദ്രനും പറയുന്നത്. നേരത്തെ തന്നെ ഈ വിഷയം ആദ്യമേ ഉയർന്നു വന്നപ്പോൾ തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായി MV ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കിയിരുന്നു അങ്ങനെ സംഭവിച്ചിട്ടില്ല. കാറ്റുള്ളുമ്പോൾ തൂറ്റുന്ന പരിപാടിയാണ് പെരപ്പൻകോട് മുരളി നടത്തുന്നതെന്ന് വ്യക്തമായിട്ട് അന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറയുകയും ചെയ്തു. ഇന്നും അവർ വ്യക്തമായി പറയുന്നുണ്ട് പെരപ്പൻകോട് മുരളി പറയുന്നത് പച്ചക്കള്ളമാണെന്ന്. M സ്വരാജ് അങ്ങനെ പറഞ്ഞിട്ടില്ല. M സ്വരാജിനെ നോട്ടമിടുന്നത് ഭാവിയുള്ള ഒരു മികച്ച നേതാവായതുകൊണ്ട് മാത്രമാണെന്നും ഇവിടെ കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമായി പറഞ്ഞു വെക്കുന്നുണ്ട്. അവർ രണ്ടുപേരുടെയും വാക്കുകൾ, വിദ്യാഭ്യാസ മന്ത്രിയുടെയും കഴക്കൂട്ടം MLA-യുടെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഇന്ന് പത്രത്തിൽ ഒരു ലേഖനം വന്നിരുന്നു, സുരേഷ് കുറുപ്പിന്റെ ലേഖനം വന്നിരുന്നു. ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് അത് പറഞ്ഞത് ഒരു വനിതാ നേതാവാണെന്നാണ് സുരേഷ് കുറുപ്പ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആലപ്പുഴ സമ്മേളനത്തിൽ VS ഇറങ്ങി വന്നത് ക്യാപിറ്റൽ പണിഷ്മെന്റ് വേണമെന്നുള്ളൊരു ആവശ്യം പറയുന്നു. അതിന് പിന്നാലെ എനിക്കറിയില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ സമ്മേളനത്തിൽ അങ്ങനെ വനിതാ നേതാവ് സമ്മേളനത്തിൽ പറഞ്ഞെന്നാ പറയുന്നത്. സമ്മേളനത്തിൽ ഞാൻ ആലപ്പുഴ സമ്മേളനത്തിൽ പങ്കെടുത്തതാണ്. ആലപ്പുഴ സമ്മേളനത്തിൽ വെച്ചാണ് ഞാൻ സംസ്ഥാന കമ്മിറ്റിയിൽ വരുന്നത്. അങ്ങനെ ഒരു നേതാവ് അവിടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞിട്ടില്ല. മറ്റൊന്ന് പറയുന്നത് ഈ കൊച്ചുമക്കളുടെ പ്രായമുള്ള ആളുകൾ അദ്ദേഹത്തെ ആക്ഷേപിച്ചെന്നും അദ്ദേഹം പറയുന്നുണ്ട്. VS നമ്മെ വിട്ട് പിരിഞ്ഞു പോകുന്ന അവസരം വരെ പാർട്ടിയുടെ ഒരു സീനിയർ നേതാവെന്നുള്ള നിലയിൽ കൊടുക്കാൻ കഴിയുന്ന എല്ലാ ബഹുമാനങ്ങളും പാർട്ടിയിലുള്ള ആബാലവൃദ്ധ ജനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനപ്പുറമുള്ള അഭിപ്രായം അത് വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല. ഇതിപ്പോൾ അത് ചർച്ച ഉണ്ടാക്കുന്നവർക്ക് മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ സമസ്ത ജനങ്ങളും സമസ്ത രാഷ്ട്രീയ പാർട്ടികളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തിയിട്ടുണ്ട്. അദ്ദേഹം നമ്മൾ വേർപെട്ട് പോവുകയും ചെയ്തു. വേർപെട്ട് പോയ ശേഷം ഇനി അദ്ദേഹത്തിൻ്റെ പേര് വെച്ച് ചർച്ച ചെയ്തത് പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്, പാർട്ടിക്കകത്ത് ചർച്ച നടക്കുന്നതിന് വേണ്ടിയാണ്. ഇത്തരം ചർച്ചകൾ നടത്തുന്നവരെല്ലാം പാർട്ടിയുടെ വളർച്ചയിലും പാർട്ടിയുടെ സ്വാധീനത്തിലും ഒക്കെ തന്നെ ഉത്കണ്ഠ ഉള്ളവരാണ്. അതുകൊണ്ട് VS-ന് കൊടുക്കാൻ കഴിയുന്ന എല്ലാ ബഹുമാനവും സ്നേഹവും ആദരവും കൊടുത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സമാനമായതാണ്. അതായത് തിരുവനന്തപുരത്തെ M സ്വരാജ് ഇതേ രീതിയിലുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു, ക്യാപിറ്റൽ പണിഷ്മെന്റ് അവിടെയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ആലപ്പുഴ സമ്മേളനം കൂടി. പെരപ്പൻകോട് മുരളി പറഞ്ഞത് വസ്തുതയ്ക്ക് നിരക്കുന്ന കാര്യമേ അല്ല. പെരപ്പൻകോട് മുരളി സാറിന് ആ കാര്യം, അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് പറയേണ്ടിയിരുന്നത് എത്രയോ നാളൊന്നും അന്ന് തന്നെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിലോ സംസ്ഥാന കമ്മിറ്റിയിലോ പറയാമായിരുന്നു. അന്നൊന്നും പറയാതെ ഇന്നിപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ ഇത് പറയുന്നത് ശുദ്ധ നുണയാണ്, വസ്തുതയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ സമ്മേളനങ്ങളെല്ലാം പങ്കെടുത്ത ഒരു പ്രതിനിധിയാണ് ഞാൻ.
ഈ സമ്മേളനങ്ങളിലെല്ലാം തന്നെ തിരുവനന്തപുരം ജില്ലയുടെ പ്രതിനിധിയായിട്ട് ചർച്ചയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ എവിടെയും ഇത്തരമൊരു പരാമർശം കേട്ടിട്ടില്ല. ഇതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ള കാര്യം അതൊരു അത്ഭുതകരമായിട്ടുള്ള കാര്യമായിട്ടാണ് തോന്നുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഏതൊരു ചാനലിൽ സഖാവ് പെരപ്പൻകോട് മുരളിയും അങ്ങനെ പറഞ്ഞതായിട്ട് കേട്ടു. ഇക്കാര്യത്തെ സംബന്ധിച്ച് സ്വരാജ് തന്നെ വളരെ കൃത്യമായിട്ട് ആ ദിവസങ്ങളിൽ അവിടെ ഇവിടെ നിന്ന് ചില പിറുപിറുപ്പുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്നപ്പോൾ താൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും തന്റെ നിലപാടെന്താണെന്ന് കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. അതിനുശേഷം വർഷങ്ങൾ തന്നെ ധാരാളം കടന്നുപോയി. വി എസിനോട് സമരസപ്പെടുകയും ഐക്യപ്പെടുകയും വി എസിനെ ഒരു മാതൃകാ പുരുഷനായി കണ്ടുകൊണ്ടുമാണ് പ്രിയങ്കരനായിട്ടുള്ള സ്വരാജ് ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത്. ഒരുപക്ഷെ വി എസിൽ നിന്നാണ് സ്വരാജ് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള സ്വരാജിനെ ഇന്നിപ്പോൾ വളർന്നു വരുന്ന CPM-നകത്ത് തലയെടുപ്പോടുകൂടി വളർന്നു വരുന്ന എല്ലാവരും അംഗീകരിക്കുന്ന ഒരു മാന്യ വ്യക്തിത്വത്തെ കരിവാരി തേക്കുക എന്ന ബോധപൂർവമായിട്ടുള്ള ഒരു പരിശ്രമമാണ് യഥാർത്ഥത്തിൽ സ്വരാജിനെ ഒറ്റതിരിച്ച് വളഞ്ഞിട്ട് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് ആക്രമിക്കുന്നതിന് പിന്നിലുള്ളത് എന്നുള്ളത് വസ്തുതാപരമാണ്. ഇത് സ്വരാജ് മാത്രം അനുഭവിച്ചതായിട്ട് കാര്യമായിട്ടൊന്നും കാണേണ്ടതില്ല. എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരും അത് VS അച്യുതാനന്ദൻ അനുഭവിച്ചതുപോലെ ഒരുപക്ഷെ കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഈ മാധ്യമങ്ങളുടെ ആക്രമണത്തെ നേരിട്ടിട്ടുണ്ടാവില്ല, ആക്രമണത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ടാവില്ല. പിണറായി വിജയൻ എത്രമാത്രം മാധ്യമ വേട്ടയ്ക്കിരയായി എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല. കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ച പ്രിയങ്കരനായിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ എത്രമാത്രം ആക്രമണങ്ങൾക്ക് വിധേയമായി എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, വർത്തമാനകാലത്ത് നടന്ന കാര്യമാണ്. എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. സ്വരാജിനെ സംബന്ധിച്ചാണെങ്കിൽ സ്വരാജ് ഒരു നക്ഷത്രം പോലെ CPM-നകത്ത് ഉയർന്നു വരികയാണ്. അതിനെ എങ്ങനെ കെടുത്താൻ പറ്റുമെന്നുള്ളതിന്റെ ഗൂഢമായിട്ടുള്ള ഒരു ആലോചനയിൽ നിന്ന് ഉയർന്നു വരുന്നതാണ് തുടരെയുള്ള ഈ വിവാദങ്ങളെന്ന് പറയാതെ വയ്യ. യഥാർത്ഥത്തിൽ സ്വരാജ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ആ പറയുന്നതായിട്ടുള്ള സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, ആലപ്പുഴ സമ്മേളനത്തിൽ ഞാനുണ്ടായിരുന്നു. ആരെങ്കിലും അങ്ങനെ പറഞ്ഞതായിട്ട് എന്റെ ചെവിയിൽ കേട്ടില്ല. സ്വരാജിനെ ഇല്ലാതാക്കണം, സ്വരാജിനെ കരിവാരി തേക്കണം, അതിനുവേണ്ടി മാത്രമാണിത്. അല്ലാതെ ഇതുകൊണ്ട് ആർക്കാ എന്ത് നേട്ടമുള്ളത്? സുരേഷ് കുറുപ്പ് പറയുന്നത് എൻ സ്വരാജ് എന്നല്ല, അതായത് നേരത്തെ തിരുവനന്തപുരം മുരളി പറഞ്ഞത് എൻ സ്വരാജിന്റെ പേരാണ്. പക്ഷേ സുരേഷ് കുറുപ്പ് പറയുന്നത് മറ്റൊരു യുവ നേതാവ്. അപ്പോൾ വളരെ വ്യക്തമല്ലേ സുരേഷ് കുറുപ്പ് കേട്ടത് ഒരു വനിതയിൽ നിന്നാണ്, പെരപ്പൻകോട് മുരളി കേട്ടത് ഒരു യുവാവിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതെ, വ്യക്തമാണ്. അങ്ങനെയൊന്നും ആരും സംസാരിച്ചിട്ടില്ല. വി എസിന്റെ നിലപാടുകളോട് ചിലപ്പോൾ വിയോജിപ്പ് പ്രകടിപ്പിക്കുമ്പോൾ തന്നെ ഹൃദയത്തിന്റെ ഉള്ളിൽ വെച്ച് ആരാധിക്കുന്നവരാണ് എല്ലാ പാർട്ടി പ്രവർത്തകന്മാരും. ചില നിലപാടുകളോട് യോജിക്കാൻ സാധിക്കാതിരുന്ന കാലത്തും VS എന്ന് പറയുന്നതായിട്ടുള്ള ഉത്തമനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റിനെ ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുന്നവരാണ് കേരളത്തിലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാരും. ഒരാൾ പോലും VSന്റെ ഏതെങ്കിലും നിലപാടുകളെ എതിർക്കുമ്പോൾ പോലും അദ്ദേഹത്തെ തള്ളിപ്പറയുകയോ അദ്ദേഹത്തിന് മോശകരമായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തുകയോ ചെയ്തതായി നമ്മുടെ ഓർമ്മയിലില്ല. VS നമ്മുടെ സ്വത്തല്ലേ എന്ന് ആവർത്തിച്ച് വിളിച്ചു പറയുന്ന പിണറായി വിജയൻ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഘട്ടത്തിൽ പോലും ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ സ്വത്തായിട്ട് VSനെ കണ്ടിട്ടുള്ളവരാണ് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള എല്ലാവരും. അന്നും അങ്ങനെയാണ്, ഇന്നലെയും അങ്ങനെയായിരുന്നു, നാളെയും അങ്ങനെ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സ്വരാജിന്റെ കാര്യത്തിൽ ഞാൻ കൃത്യമായിട്ട് പറയുകയാണ്, നിങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ CPM-നകത്ത് ഉയർന്നു വരുന്ന ഒരു യുവ നേതാവ്, അയാൾക്ക് വലിയൊരു രാഷ്ട്രീയ ഭാവിയുണ്ട് എന്ന് കാണുന്നതായിട്ടുള്ള ഒരു മാധ്യമ മേലാളന്മാരായിട്ടുള്ള കുറച്ച് ആളുകൾ അവർ വളരെ സംഘടിതമായി ഇതൊരു വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതൊന്നും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഏൽക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നു. പിന്നെ ഞങ്ങളുടെ ജോലി കോൺഗ്രസ്സുകാർ പറയുന്നതനുസരിച്ച് മിൻസ് കൊടുക്കലല്ലേ. കോൺഗ്രസ്സുകാരുടെ ജോലി കേട്ടോ. കോൺഗ്രസ്സുകാരൻ പറഞ്ഞു കേട്ടില്ലേ, പാലോട് രവി ഹൃദയം തുറന്ന് പറഞ്ഞൊരു കാര്യമാണ്. അത് മൂടുകുത്തി വീഴുമെന്നോ, ഉച്ചുകുത്തി വീഴുമെന്നോ, വീണ്ടും പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നു, LDF അധികാരത്തിൽ വരുമെന്നൊക്കെ പറയുന്ന അവരുടെ മനസ്സിനകത്തുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരവരുടെ പ്രശ്നം നോക്കട്ടെ, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. വ്യക്തതയെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യക്തതയെല്ലാം വളരെ നേരത്തെ തന്നെ വരുത്തി കഴിഞ്ഞ കാര്യമാണ്. ഇനിയിപ്പോൾ പ്രത്യേക വ്യക്തതയൊന്നും വരുത്തേണ്ട കാര്യമില്ല. ഞാൻ ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഞാൻ പറയല്ലേ, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഞാൻ. ആ സമ്മേളനത്തിന്റെ ഞങ്ങളുടെ ടീമിനെ നയിച്ച ഒരാളാണ് ഞാൻ ആ സമ്മേളനത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത ഒരാളാണ്. ഞാൻ പറയുകയല്ലേ,
അതുപോലെ തന്നെ സ്വരാജ് പറയുകയല്ലേ താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്.